ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. പിന്നെ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് മുളകച്ചാർ കേട്ടോ. നമ്മുടെ പച്ചമുളകും കൊണ്ട് ഇത് കാന്താരി മുളകിൽ വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ചമുളകിൽ വേണമെങ്കിലും ഏതിൽ വേണമെങ്കിലും ഇടാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചമുളകിൽ ഇടാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ സാധാരണ പച്ചമുളകിലാണ് ഇടുന്നത്. ഇത് നമുക്ക് തൈര് സാദത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, പിന്നെ നമ്മൾ പഴകഞ്ഞിയൊക്കെ കുടിക്കുമ്പം തൈരൊക്കെ ഒഴിച്ച് കുടിക്കില്ലേ, അപ്പം അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ സാധാരണ അച്ചാർ കൂട്ടുമ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് ഒരു ഇതാണ്. പിന്നെ നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണ കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, പെട്ടെന്ന് ഇന്നുണ്ടാക്കി വെച്ച് നാളെ തൊട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പം ഞാനിപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മുളക് കൊണ്ടൊന്നും ഉണ്ടാക്കണേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു 100 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി നന്നായിട്ട് ഇതായിട്ട് വന്നാൽ കേട്ടോ. ഞാനിത് കഴുകി വാരി ഇതിൽ വെച്ചേക്കണതാണ് കണ്ടോ. ഈ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. കഴുകിയിട്ട് നമ്മൾ നന്നായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു തുണിക്കകത്ത്, നല്ലൊരു തുണിക്കകത്ത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഈ തുണിക്കകത്ത് കഴുകി വെക്കിയത്, ഇപ്പോൾ മഴയല്ലേ അതുകൊണ്ട് കണ്ടോ, വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത പോലെ നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അതെ, ഇതുപോലെ ഈ സൈസിൽ മതി, ചെറിയ ചെറിയ പീസുകളായിട്ട്. വാടി മുളകൊന്നും എടുക്കരുത് കേട്ടോ. വാടാത്ത നല്ല ഫ്രഷ് മുളക് എടുക്കണം. നമ്മൾ കടയിൽ നിന്ന് നല്ല ഫ്രഷ് മുളക് കിട്ടുമ്പോൾ ഇടുവാണെങ്കിൽ നല്ലതാട്ടോ. ഇവിടെ ഇപ്പം ഞാൻ 100 ഗ്രാം മുളക് എടുത്താക്കണേ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. ഞാനിതിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. ആദ്യം നിങ്ങൾ കുറച്ചുണ്ടാക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതലുണ്ടാക്കാമല്ലോ. വെള്ളം